വയോധിക തനിച്ചു കൂരയിൽ. നന്മ മനസ്സുകളുടെ കാരുണ്യം തേടി നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും. നെന്മാറ മേലാർക്കോട് വനംവകുപ്പ് ഓഫീസിനു സമീപം പുത്തൻതറ വലതലയിലാണ് ചോർന്നൊലിക്കുന്ന ഷീറ്റിട്ട മുറിയിൽ 78-കാരി മണിയമ്മ തനിച്ചു കഴിയുന്നത്. മഴയത്ത് ചുമരിടിഞ്ഞു വീണെങ്കിലും ഷീറ്റിട്ട് താൽക്കാലികമായി സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 3 പെൺമക്കൾ മാത്രമുള്ള വയോധികയ്ക്ക് സഹായിക്കാൻ ആരുമില്ലെന്നും നന്മ നിറഞ്ഞവർ സഹായിക്കണമെന്നുമാണ് പരിസരവാസികൾ ആവശ്യപ്പെടുന്നത്. ഡിസംബറോടുകൂടി വീണതാണ് വീട്. അതിനുശേഷം ഒരു ഷെഡ് പോലെ കെട്ടിയിട്ടായിരിക്കുന്നത്. ഇവിടുത്തെ 3 മക്കളാണ് അമ്മയ്ക്ക്. അവർ 3 ആളെയും കല്യാണം കഴിച്ചു കൊടുത്തു. അത് 2 മക്കൾക്കിൻ്റെ പേരക്കുട്ടികൾക്കും അംഗവൈകല്യമുള്ള കുട്ടികളൊക്കെയാണ്. അവർക്ക് നല്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു ചേച്ചിയെ പെരുമ്പാവൂര കല്യാണം കഴിച്ചു കൊടുത്ത്. ആ ചേച്ചിയുടെ വീട്ടിലും സാമ്പത്തികമായ ഒന്നുമില്ല. വീട് പണിക്കൊക്കെ പോയിട്ടാണ് പണി എടുത്ത് ജീവിക്കുന്നത്. ഇവിടെ വരാനും പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് ഇടയിൽ ഓടി വന്ന് അമ്മയെ ശുശ്രൂഷിക്കുകയും നോക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സാമ്പത്തികമായി മോശം രീതിയിലാണ് ഇരിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ധനസഹായം ചെയ്ത് ഒരു വീട് വെച്ച് കൊടുത്തതാണെങ്കിൽ ഉപകാരമായിരുന്നു. അച്ഛൻ മരിച്ചിട്ട് ഇതാ 2-3 മാസമായി. ഭയങ്കര കഷ്ടത്തിലായി ഇരിക്കുന്നത് അമ്മ. അമ്മയ്ക്ക് കണ്ണ് കാഴ്ച കുറവാണ്. ചെവി കേൾക്കാണ്ട് ഇരിക്കുന്നതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് ഇതായി ഇപ്പോൾ തൽക്കാലം ഒരു മെഷീൻ കിട്ടിയിട്ടുണ്ട്. അതിതാ ഇങ്ങനെ വെച്ചിട്ട് തൽക്കാലം അങ്ങനെ ഓടുന്നുണ്ട്. തീരെ കണ്ണിന് മങ്ങൽ കൂടുതലാണ്. കണ്ണ് കാഴ്ചയ്ക്ക് കുറവാണ് അമ്മയ്ക്ക്. ഏതാനും മാസം മുമ്പാണ് ഭർത്താവ് മരണപ്പെട്ടത്. ഇവർക്ക് കാഴ്ചക്കുറവുണ്ട്. ഇവർ BPL പട്ടികയിലാണെങ്കിലും കാര്യമായ സഹായം സർക്കാരിൽ നിന്നും ലഭിക്കുന്നില്ല. കരമടച്ച രസീത് മാത്രമാണ് കയ്യിലുള്ളത്. 3 മക്കളിൽ 2 പേരും ഇടുക്കിയിലാണ്. ഒരാൾക്ക് ബുദ്ധിമാന്ദ്യവുമുണ്ട്. പക്ഷേ ഇത് കുറേ വർഷങ്ങളായിട്ട്, വർഷം എന്ന് പറഞ്ഞൊരു 10-100 വർഷം കൊണ്ട് ഇവിടെ താമസം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം കരമൊക്കെ കൃത്യമായിട്ട് അടച്ചെല്ലാം പോകുന്നുണ്ട്. പിന്നെ കറണ്ടിൻ്റെ സൗകര്യം, വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഈ മണ്ണ് കെട്ടിയ പഴയകാലത്തെ വീട് വീണതിന് ശേഷം ഈ അമ്മയ്ക്ക് ഇരിക്കാനൊരു സൗകര്യത്തിൽ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. നമ്മൾ പല പഞ്ചായത്തിലും വില്ലേജിലും ഒക്കെ പോയി സമീപിക്കുമ്പോൾ അവർക്ക് പ്രോപ്പർ ഡോക്യുമെൻ്റ് വേണമെന്നും പറഞ്ഞിട്ടാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഷെഡിൻ്റെ കാര്യം എന്തെങ്കിലും ഒന്ന് എത്രയും പെട്ടെന്ന് നല്ല മനസ്ഥിതിയുള്ളവരെല്ലാം കൂടെ ചേർന്ന് നമുക്ക് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അമ്മയ്ക്ക് തൽക്കാലം സേഫായിട്ടിരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കും. ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ കാണാത്ത രീതിയിൽ നമ്മൾ നിയമത്തിൻ്റെ സാങ്കേതിക നൂലാമാലകൾ പറഞ്ഞിട്ട് നമ്മൾ കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിസരത്തുള്ള ഒരു വയസ്സായ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം നൂലാമാലകൾ വെച്ച് സംസാരിക്കാതെ മാനുഷിക പരിഗണന ചെയ്തുകൊണ്ട് നല്ല മനസ്സുള്ളവരെല്ലാം കൂടെ ചേർന്ന് ഒക്കുന്ന പോലെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ മഴയ്ക്ക് മുമ്പ് അമ്മയ്ക്ക് ഇരിക്കാനൊരു സൗകര്യം ചെയ്ത് കൊടുക്കാം. UTV ന്യൂസ്, പാലക്കാട്.